സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. ടി.പി. സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി പുനർനിയമിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് നാളെ ഇറങ്ങും. സർക്കാരിന്റെ വ്യക്തതാ ഹർജി സുപ്രീംകോടതി തള്ളിയ പശ്ചാത്തലത്തിലാണ് നടപടി. ലോക്നാഥ് ബെഹ്റയെ വിജിലൻസ് മേധാവിയാക്കാനും സർക്കാർ തീരുമാനിച്ചു. വ്യക്തതാ ഹർജി സുപ്രീംകോടതി തള്ളിയതിന് പിന്നാലെയാണ് സെൻകുമാറിനെ പോലീസ് മേധാവിയായി പുനർനിയമിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. ഇത് സംബന്ധിച്ച ഉത്തരവിൽ വൈകിട്ടോടെ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. ഉത്തരവ് നാളെ പുറത്തിറങ്ങും. സെൻകുമാർ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിൽ വരുന്ന ചൊവ്വാഴ്ച സുപ്രീംകോടതി വാദം കേൾക്കുന്നുണ്ട്. ഇതിനു മുൻപായി പുനർനിയമനം നടന്നില്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ജയിലിൽ പോകുന്നതടക്കമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന നിയമോപദേശം മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സെൻകുമാറിന്റെ നിയമനം വേഗത്തിലാക്കാൻ സർക്കാർ നിർബന്ധിതമായത്. സെൻകുമാറിന്റെ നിയമനം വൈകരുതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. സെൻകുമാറിനെ പോലീസ് മേധാവിയാക്കിയതിന് പിന്നാലെ പോലീസ് തലപ്പത്തും സർക്കാർ അഴിച്ചുപണി നടത്തി. ലോക്നാഥ് ബെഹ്റയെ വിജിലൻസ് മേധാവിയാക്കാനാണ് പ്രധാന തീരുമാനം. എന്നാൽ അവധിയിലുള്ള ജേക്കബ് തോമസിന്റെ പുനർനിയമന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. മീഡിയ 1 തിരുവനന്തപുരം. സെൻകുമാറിന്റെ നിയമന കാര്യത്തിൽ വ്യക്തത തേടിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി ചെലവ് സഹിതമാണ് സുപ്രീംകോടതി തള്ളിയത്. ഈ വിധി സംസ്ഥാന സർക്കാർ ചോദിച്ചു വാങ്ങിയതാണോ? സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നു. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ M. വിജയൻ ഉണ്ണി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ചർച്ചയിൽ ചേരും. അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ അഴിമതി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റും നിയമവിദഗ്ധനും അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ചർച്ചയിൽ ചേരും. അനിൽ അക്കര കോൺഗ്രസ് നേതാവും MLAയും ചർച്ചയിൽ ചേരുന്നു. DYFIയുടെ സംസ്ഥാന ട്രഷറർ P. ബിജുവിനെ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം CPM നേതാക്കളെ ടെലിഫോൺ ലൈനിലും CPI അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ, സംസ്ഥാന സർക്കാർ ചോദിച്ചു വാങ്ങിയതാണോ സുപ്രീം കോടതിയുടെ ഈ വിമർശം? കോടതി ചെലവ് സഹിതം ഹർജി കേൾക്കുന്നതിന് മുൻപേ തള്ളുന്നൊരു സാഹചര്യം അത് സംസ്ഥാന സർക്കാർ ചോദിച്ചു വാങ്ങിയതാണോ? സർക്കാരിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ദുരഭിമാനം ഈ വിധിയിൽ അല്ലെങ്കിൽ ഈ ഒരു നടപടിയിലേക്ക് നയിച്ചിട്ടുണ്ടോ? ഭരണ സംവിധാനത്തിൻ്റെ ദുരഭിമാനം ഈ നടപടിയിലേക്കോ വിധിയിലേക്കോ നയിച്ചു എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. നേരെ മറിച്ച് സുപ്രീം കോടതിയുടെ വിധിയിൽ വ്യക്തത ഇല്ല എന്ന ഒരു നിലപാട് ഗവൺമെൻറ് എടുത്തത് ശരിയായ നിലപാടാണ് എന്ന് പറയാനാവില്ല. CPM നേതാവ് A. വിജയരാഘവൻ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ വിജയരാഘവൻ, സർക്കാരിന് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് തിരിച്ചടിയല്ല എന്ന് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് തിരിച്ചടി അല്ലാതാകുന്നത്? ഇത് നമ്മളുടെ സർക്കാർ ഒരു നയപരമായ തീരുമാനമെടുത്തു. അത് DGPയെ മാറ്റുക എന്നുള്ളതായിരുന്നു. ആ തീരുമാനവുമായി ബന്ധപ്പെടുത്തി മാറിയ മുൻ DGP ഒരു കേസ് കൊടുത്തു. ആ കേസ് നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും ഹൈക്കോടതിയിലും നമ്മൾ സർക്കാർ ജയിച്ച ഒരു കേസാണ്. അത് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ സുപ്രീം കോടതി മറിച്ചൊരു വിധി നടത്തിയെന്നുണ്ടാകും. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഗ്രീവൻസസ് ഉണ്ടെങ്കിൽ, ഒരു സർക്കാർ തീരുമാനത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ നിയമപരമായ പരിരക്ഷ തേടാം. അതൊരു തെറ്റായ കാര്യമില്ല. ആ പരിരക്ഷ തേടുമ്പോൾ അതിലൊരു കോടതി വിധിയാണ്. സർക്കാരിന്റെ ന്യായങ്ങൾ പറയും. ഇതൊക്കെ നമ്മുടെ ജുഡീഷ്യൽ പ്രോസസ്സിന്റെ ഭാഗമാണ്. അതായത് അത് അടിയുടെയും തിരിച്ചടിയുടെയും പ്രശ്നം അതിൽ വരുന്നില്ല. ഗവൺമെന്റ് ഈ കേസിൽ എടുത്ത സമീപനത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണം എന്നുള്ള നിലയ്ക്കാണ്. ഈ തീരുമാനങ്ങളോട് വിരുദ്ധപരമായി നടപടിക്കാൻ ഗവൺമെന്റിന് കഴിയില്ല. ഭരണഘടനാപരമായി സുപ്രീം കോടതിയുടെ ഒരു വിധി നിരാകരിക്കാൻ ഒരിക്കലും ഒരു സംസ്ഥാന ഗവൺമെന്റിനാവില്ല. ശ്രീ വിജയരാഘവൻ, സുപ്രീം കോടതിയുടെ വിധി നിരാകരിക്കാതെ തന്നെ ഞങ്ങൾ DGP സ്ഥാനത്ത് പുനർനിയമിക്കും, സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ ആ ഹർജി സ്വീകരിക്കാതെ തന്നെ തള്ളുകയാണ് സുപ്രീം കോടതി ചെയ്തത്. വ്യക്തത ആവശ്യപ്പെടാൻ പാകത്തിലുള്ള യാതൊരു അവ്യക്തതയും ആ കോടതി വിധിയിലില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. ഇവിടെ ഏത് കാര്യത്തിലാണ് വ്യക്തത വേണ്ടത് എന്ന് സർക്കാരിനെ ഉപദേശിച്ചവർക്ക് പാളിച്ച പറ്റിയിട്ടില്ലേ? അത് ഉപദേശത്തിന്റെ പാളിച്ചയായിട്ട് നമ്മൾ എടുക്കണ്ട. അതായത് ഒരു സുപ്രീം കോടതി വിധി വന്നാൽ അത് നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. നമുക്ക് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. ഇത് വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതാണ്. ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിധിയെ മാനിക്കുന്നു എന്നാണ് സുപ്രീം കോടതിയിൽ നമ്മുടെ മുഖ്യമന്ത്രി സർക്കാരോട് പ്രതികരിക്കുമ്പോൾ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. അതിൽ തെറ്റില്ല. ഇവിടെ അതേസമയം അതിന് മുന്നിൽ 2 മാർഗങ്ങൾ പിന്നെയും അവശേഷിക്കുന്നു സർക്കാരിന്റെ മുന്നിൽ. നിയമിക്കുക എന്ന നടപടി നടപ്പിലാക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി ശ്രമിക്കാം. അതോടൊപ്പം റിവ്യൂ ഹർജി നൽകുകയും ചെയ്യാം. ഇതൊക്കെ നമ്മൾ കണ്ടത് എല്ലാവർക്കും അറിയാം. ഇതിലൊക്കെ പോകുമ്പോൾ അത് അംഗീകരിച്ചു കിട്ടാൻ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം സുപ്രീം കോടതി നടത്തിയ ഒരു വിധിയാണ്. അത് വളരെ ആശയപൂർവ്വ ഘട്ടത്തിൽ മാത്രമേ അവരത്
അതൊരു സംശയിക്കേണ്ട കാര്യമാണ്. മറ്റൊരു ബുദ്ധി പരിഗണിച്ചു. അപ്പോൾ കോടതിയുടെ ന്യായങ്ങളുണ്ട് ഈ കേസ് നടത്തി അല്ലെങ്കിൽ വിധി ന്യായത്തിലേക്ക് എത്താൻ കോടതി സ്വീകരിച്ച ന്യായങ്ങളുണ്ട്. ഇത് ഒരു ഗവൺമെന്റിന് സ്വീകരിക്കാൻ കഴിയുന്ന നിയമപരമായ കാര്യങ്ങളാണ്. നിയമപരമായ കാര്യങ്ങളിലൂടെ ഗവൺമെന്റ് പോകണ്ടേ? അതൊരു തെറ്റെന്ന് പറയാൻ കഴിയും. നിയമപരമായി ഗവൺമെന്റിന് മുന്നിൽ നിലനിൽക്കുന്ന സാധ്യതകളുടെ അന്വേഷണം ഗവൺമെന്റ് നടത്തും. അത് ജനാധിപത്യത്തിൽ അസാധാരണമായ ഒന്നല്ല. അത് നടന്നിരിക്കുന്നു. അതിനോട് അനുകൂലമായ തീരുമാനമല്ല സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. അതൊരു അടിയുടെയും തിരിച്ചടിയുടെയും പ്രശ്നമില്ല. ഒരു തീരുമാനം ശ്രീ വിജയരാഘവൻ, ഇതൊരു തിരിച്ചടിയുടെ പ്രശ്നമല്ല എന്ന് സർക്കാരും പറയുന്നുണ്ട്. ഇപ്പോൾ താങ്കളും അങ്ങനെ വാദിക്കുന്നു. പക്ഷേ ഈ ടി.പി. സെൻകുമാറിനെ തിരികെ നിയമിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അത്തരമൊരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ടി.പി. സെൻകുമാർ കോടതിയലക്ഷ്യ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അതിനുശേഷമാണ് വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയുമായി സംസ്ഥാന സർക്കാർ സമീപിക്കുന്നത്. നിയമനം എത്രത്തോളം വൈകിപ്പിക്കാമോ അത്രത്തോളം വൈകിപ്പിക്കുക എന്നൊരു ഉദ്ദേശ്യം സർക്കാരിനുണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടി വരില്ലേ? ഇല്ല, അങ്ങനെയല്ല. ഇതിലിപ്പോ കണ്ടില്ലേ, ഈ സെൻകുമാർ ചെയ്ത് നോക്കൂ, അദ്ദേഹം ഉടൻ തന്നെ കോടതി ലക്ഷ്യം നടപടിയിരിക്കും. അങ്ങനെ തന്നെ ചെയ്യാം. ഒരു വിധി അദ്ദേഹത്തിന് അനുകൂലമാണെങ്കിൽ ആ വിധി നടപ്പിലാക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം കോടതി ലക്ഷ്യത്തിലേക്ക് പോകും. അദ്ദേഹത്തിന് അങ്ങനെ നീങ്ങാം. ഗവൺമെന്റ് ആ വിധി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഒരു ഭാഗത്ത് നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും അതോടൊപ്പം ആ വിധിയുമായി ബന്ധപ്പെടുത്തി നിയമപരമായി ഗവൺമെന്റിനുള്ള ലഭ്യമാകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. രണ്ടിലും തെറ്റ് വരാൻ പറ്റില്ലേ? ഒരു ഭാഗത്ത് അങ്ങനെ ഉണ്ടായി, ഒരു ഭാഗത്തുനിന്ന് സെൻകുമാർ അദ്ദേഹത്തിന്റെ സമീപനം. ശ്രീ വിജയരാഘവൻ, നിയമപരമായ എന്ത് സംശയമാണ് ഉന്നയിക്കപ്പെട്ടത്? ഈ വിധിയുടെ കാര്യത്തിൽ നിയമപരമായ എന്ത് സംശയമാണ് ഉന്നയിക്കപ്പെട്ടത്? സെൻകുമാറിന്റെ വിധി അപ്പീൽ അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ അപ്പീൽ അനുവദിക്കുന്നു എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആ വിധി ഏത് തരത്തിലുള്ള അവ്യക്തതയാണ് സൃഷ്ടിച്ചത് സർക്കാരിന് മുന്നിൽ? അല്ല, സർക്കാർ അത് വ്യക്തമാക്കിയില്ല. സർക്കാർ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കും. എന്തൊക്കെ നിയമപരമായ സാധ്യതകളുടെ ഉപയോഗമാണത്. അതാണ് ഏത് പൗരനും അവകാശമുള്ളതാ. അത് നമുക്കുണ്ട്. ജനാധിപത്യത്തിൽ ഭരണഘടനാപരമായി അനുവദനീയമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക. അതിനൊരു തെറ്റ് പറയാൻ പറ്റുമോ നമുക്ക്? അതിൽ വിരോധത്തിന്റെ അംശമില്ല. ഗവൺമെന്റിന്റേതായ ഒരു സമീപനം സ്വീകരിക്കുകയാണ്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. നിയമം അനുശാസിക്കുന്ന സാധ്യതകളുടെ അന്വേഷണം എന്നുള്ളതാണ്. തെറ്റെന്താ? വിജയരാഘവൻ, വളരെയധികം നന്ദി. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചെന്ന്. താങ്കൾ യാത്രയിലാണ് എന്ന് തോന്നുന്നു. ടെലിഫോൺ ബന്ധത്തിലും ചെറിയ തകരാറുകളുണ്ട്. ശ്രീ എം ആർ രാജേന്ദ്രൻ നായർ ഇപ്പോൾ ഈ വിശദീകരിക്കുന്നത് പോലെ വളരെ ലളിതമായി നിയമപരമായി സ്വീകരിക്കാവുന്ന ചില സാധ്യതകൾ അത് ഹർജിക്കാരനായ ടി.പി. സെൻകുമാറും ഉപയോഗിക്കുന്നു, സംസ്ഥാന സർക്കാരും ഉപയോഗിക്കുന്നു. ഇങ്ങനെ വളരെ ലളിതമായി വിശദീകരിക്കാവുന്ന ഒരു സാഹചര്യമാണോ സംസ്ഥാനത്തുണ്ടായിരുന്നത്? അതോ സർക്കാരിന് ചില നിർബന്ധ ബുദ്ധികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു? ഇത്തരത്തിൽ ഒരു സംശയവുമില്ല. ഇത് വളരെ ഈ ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ വളരെ ലളിതമായിട്ട് വീക്ഷിക്കാവുന്ന സംഭവ വികാസങ്ങളല്ല. ഒന്നാമതായി ഈ സുപ്രീം കോടതി വിധിയിൽ യാതൊരു അവ്യക്തതയും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സാമാന്യ നിയമജ്ഞാനമുള്ള ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സുപ്രീം കോടതി വിധിയിലെ എല്ലാ വസ്തുതകളും പരിഗണിച്ച ശേഷം ഗവൺമെൻറ്റിൻ്റെ ന്യായമായ ഒരു അന്ന് സുപ്രീം കോടതി പറഞ്ഞ ഒരു ആർഗ്യുമെൻ്റ് പോലും അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ ടി.പി. സെൻകുമാറിനെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യണം ആസ് പോലീസ് ചീഫ് എന്ന് വ്യക്തമായിട്ട് ഉത്തരവുണ്ട്. മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷിൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് ഈ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഓർഡർ കൊടുക്കാം. പക്ഷേ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഓർഡർ സർക്കാരിൻ്റെ ഒരു പ്രൊസീജിയർ 10 ദിവസമോ 12 ദിവസമോ എടുത്തതുകൊണ്ട് വലിയ അപരാധമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതിനിടയിൽ ടി.പി. സെൻകുമാർ കോട്ട ലക്ഷ്യത്തിന് 7-ാം ദിവസം തന്നെ പോയി. അതല്പം വേഗത്തിലായപ്പോൾ സംശയമുണ്ട്. എങ്കിലും അതിന് മറുപടി ഞങ്ങൾ നടപടി എടുക്കുന്നു, പ്രൊസീജിയറൽ ഡിലേ മാത്രമേ ഉള്ളൂ, ഗവൺമെൻറ്റിൻ്റെ മെക്കാനിസം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം വ്യക്തത വേണം എന്ന് ആവശ്യപ്പെട്ടത് അത്ര ശരിയായ നടപടിയല്ല. ഇത്രയും വ്യക്തമായൊരു സുപ്രീം കോടതി വിധിക്ക് എന്താണ് വ്യക്തത വേണ്ടത്? അതിന് വ്യക്തതയിൽ പറയുന്ന കാരണമോ അദ്ദേഹത്തെ സെക്ഷൻ 18 പ്രകാരം നിയമിച്ചിട്ടില്ല എന്നൊരു വാദം കൂടെ അതിനകത്ത് ഉന്നയിച്ച് കണ്ടു. സുപ്രീം കോടതി വിധിയുടെ ആദ്യത്തെ സെൻറ്റൻസ് സെക്ഷൻ 18 അനുസരിച്ച് നിയമിച്ച ടി.പി. സെൻകുമാർ എന്ന നല്ല കഴിവുള്ളൊരു ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ. അതെല്ലാം കഴിഞ്ഞ് 5-10 പേജിൽ നിരവധി 1952 മുതലുള്ള സുപ്രീം കോടതി വിധിന്യായങ്ങളെല്ലാം ഉന്നയിച്ച് 2006
പ്രകാശ് സിംഗ് ബാദൽ കേസും എല്ലാം പറഞ്ഞിട്ട് വ്യക്തമായ, കാരണം നേരത്തെ സുപ്രീം കോടതി കൊടുത്തിരുന്ന ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതനുസരിച്ച് ഒരുപക്ഷെ റിട്ടയർമെൻറ്റ് വന്നാൽ പോലും 2 കൊല്ലം തികയ്ക്കാതെ ഒരു ഓഫീസറെ പറഞ്ഞയക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഇവിടെ നിയമം ഉണ്ടാക്കി. ഇത് 2011 ഉണ്ടാക്കിയ നിയമമാണ്. ആ നിയമത്തിൽ 2 കൊല്ലം ഏതാനും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, പോലീസ് ചീഫ് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ആ സ്ഥാനത്തിരിക്കാനുള്ള അവസരം കൊടുക്കണം. അതിനിടയിൽ റിട്ടയർമെൻറ്റോ സസ്പെൻഷനോ അച്ചടക്ക നടപടിയോ വന്നാൽ പുറത്താക്കാം എന്നുള്ളതല്ലാതെ പിന്നീടെന്താ ജനങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ട് വിഷമം തോന്നുന്ന രീതിയിൽ പോലീസ് ഫോഴ്സിൽ ട്രബിൾ ഉണ്ടായാൽ വേണമെങ്കിൽ കർട്ടയിൽ ചെയ്യാവുന്നൊരു വകുപ്പോടുണ്ട്. അത് ഉപയോഗിച്ച് ചെയ്തു എന്നൊരു വാദം ഉന്നയിച്ച് നോക്കി. അതിന് പുറ്റിങ്കൽ ക്ഷേത്രത്തിൻ്റെ കാര്യവും ജിഷ വധക്കേസൊക്കെ എടുത്ത് പറഞ്ഞു ജനങ്ങളുടെ അസംതൃപ്തി ഉണ്ടായെന്ന് പറഞ്ഞു. സുപ്രീം കോടതി അംഗീകരിച്ചില്ല. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നാണ് സെൻകുമാറിന് ആദ്യമായിട്ടൊരു വിധി വന്നത്. അത് നടപ്പാക്കാൻ 12 ദിവസം വലിയ കൂടിയ സമയമൊന്നുമല്ല. നടപ്പാക്കി ഈ അസംബ്ലിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഇത് നിയമവാഴ്ചയുടെ വിജയമാണെന്ന് പറഞ്ഞാണ് എനിക്ക് തോന്നുന്നത്. വിജയൻ ഉണ്ണി, ഇവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണമെങ്കിൽ സുപ്രീം കോടതി വിധിയിൽ ഒരു വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുക എന്നത് സാങ്കേതികമായി ശരിയാണ് എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ അതിനുവേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടാവുക എന്നത് ഒരു പ്രാഥമികമായ ആവശ്യമാണ്. ആ ആവശ്യം നിറവേറ്റാൻ ഇവിടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? മേധാവി എന്ന സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കം, അദ്ദേഹത്തെ നിയമിച്ച വകുപ്പിനെക്കുറിച്ചുള്ള തർക്കം, ഇതൊക്കെ ഉന്നയിക്കുമ്പോൾ ഇതിന് പാകത്തിലുള്ളൊരു ഹർജി അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പാകത്തിലുള്ളൊരു ഹർജി പോലും കൃത്യമായി തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല എന്നല്ലേ ഇന്നത്തെ സുപ്രീം കോടതി വിധിയിൽ നിന്ന്, സുപ്രീം കോടതിയുടെ നടപടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ കേസ് ആദ്യം മുതലേ തന്നെ നടത്തിയതിനെ സംബന്ധിച്ചും അതിൽ സർക്കാരിൻ്റെ ഭാഗം പ്രത്യേകമായി സുപ്രീം കോടതിയുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിലും സർക്കാരിൻ്റെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ മാത്രമല്ല, ആദ്യം മുതൽ തന്നെ വേണ്ടത്ര അവധാനതയോട് കൂടിയിട്ട് സർക്കാരിൻ്റെ ഭാഗം അവതരിപ്പിക്കപ്പെട്ടില്ല എന്നതുകൊണ്ടുകൂടിയാണ് ഈ തരത്തിലുള്ള അഡ്വേഴ്സായിട്ടുള്ള ഒരു ഫൈൻഡിങ് ഉണ്ടായത് എന്ന് വിശ്വസിക്കാൻ ന്യായമുണ്ട്. ഒരുപക്ഷെ അത് കേട്ട ജഡ്ജിമാരുടെ മാനസികമായിട്ട് എങ്ങോട്ടാണ് ബയസ് എന്നുള്ളതും ഒരുപക്ഷെ വളരെ നിർണായകമായിരുന്നിരിക്കാം. ഏതായിരുന്നാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പോൾ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമല്ല, മറിച്ച് ഈ കേസ് നടത്തിപ്പിൻ്റെ ത്രൂ ഔട്ട് ഇപ്പോൾ ഇതിൻ്റെ ജഡ്ജ്മെൻ്റ് എടുത്ത് നോക്കിയാൽ തന്നെയും 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് ഇതിനു മുമ്പേക്കെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം അവർക്കെല്ലാം ഒരു ഫിക്സിറ്റി ഓഫ് ടെന്യൂർ വേണം എന്നുള്ളതായിരുന്നു ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ ചീഫ് സെക്രട്ടറി, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ഇത് രണ്ടുമാണ് ഏറ്റവും കവർ ചെയ്ത് വന്ന 2 പോസ്റ്റുകൾ. അപ്പോൾ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ഏറ്റവും സിവിൽ സർവീസിൻ്റെ തലവനാണ്. അതുകൊണ്ട് കണ്ടിന്യൂറ്റി വേണം, അങ്ങനെ ഇടയ്ക്കിടെ മാറ്റാൻ പാടില്ല, ഗവൺമെൻറ്റുകൾ തന്നിഷ്ടം പോലെ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ ഈ സുപ്രീം കോടതി വിധിയിൽ ആ പ്രിൻസിപ്പിളിനെ തന്നെ അപ്സെറ്റ് ചെയ്തിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയെ മാറ്റുന്നതിൽ ഒരു തർക്കമില്ല എന്ന് ഉള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതേസമയത്ത് DGPയെ മാറ്റാൻ പാടില്ല എന്നും പറയുന്നു. ഇതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. അതായത് ചീഫ് സെക്രട്ടറി ഗവൺമെൻറ്റുമായിട്ട് ഒത്തുപോകണമെന്നും പക്ഷേ അതേസമയത്ത് DGP അങ്ങനെ ഒത്തുപോകണ്ടേ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അതിൽ കിട്ടുന്നില്ല. മറുപടിക്ക് വിരുദ്ധമായിട്ടുള്ളൊരു സമീപനമാണ് അതിൽ കാണുന്നത്. അതേസമയത്ത് DGP തുടരണം എന്ന് പറയുന്നതിന് സുപ്രീം കോടതി പറയുന്ന കാര്യം എന്താണ്? കാരണം എന്താണ്? കേസ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്, അതിൽ തുടർച്ച വേണം എന്നാണ്. പക്ഷേ ഇതിലും ഇൻഫോർമേറ്റീവ് ഉണ്ട്. ഇപ്പോൾ കേസുകളെന്ന് പറയുന്നത് ഒരു DGP ചാർജ് എടുക്കുന്നതിൻ്റെ തലേദിവസം ഉണ്ടാകുന്ന ഒരു കേസ്, അത് ഈ 2 കൊല്ലം ഇരുന്നിട്ട് ആ കേസ് എങ്ങനെയെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ തീർത്ത് അങ്ങനെയല്ലല്ലോ. കേസുകൾ എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും പ്രമാദമായിട്ടുള്ളൊരു കേസ് ഒരു പക്ഷേ DGP റിട്ടയർ ചെയ്യുന്നതിൻ്റെ തലേദിവസം ഉണ്ടായി എന്ന് വരാം. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണ്ടേ? അതുപോലെ മറ്റനേകം തുടർ കേസുകളിൽ തുടർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണ്ടേ?
അപ്പോൾ അതൊക്കെ ഈ ഒരു DGP റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഇല്ലാതാകുമെങ്കിൽ പിന്നെ ഈ ഒരു DGP തുടരണം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അപ്പോൾ അതുകൊണ്ട് ആ ജഡ്ജ്മെന്റിൽ തന്നെ ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങളും ഇൻഫോർമിറ്റീസും ഉണ്ട്. ഞാൻ മടങ്ങിയെത്താം. ക്ഷമിക്കണം, അനിലക്കര, ഇവിടെ സർക്കാരിന് തുടരാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടു എന്നാണ് പ്രതിപക്ഷം പ്രധാനമായും പറയുന്നത്. DGP സ്ഥാനത്ത് നിന്ന് സെൻകുമാറിനെ മാറ്റി, അതേ ചൊല്ലി ഒരു നിയമയുദ്ധമുണ്ടായി. നിയമയുദ്ധത്തിൽ വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ കോടതിയെ സമീപിക്കുന്നു. കോടതി ആ ഹർജി പരിഗണിക്കാതെ തള്ളുന്നു, ചെലവ് സഹിതം. അത് സർക്കാരിൻ്റെ നടപടിയെ വിമർശിക്കുകയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നടപടിയെ റദ്ദ് ചെയ്യുകയോ ചെയ്യുന്ന നടപടിയാണ്. പക്ഷേ അതെങ്ങനെയാണ് സർക്കാരിന് നിലവിൽ ഭരണത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കാൻ പാകത്തിലുള്ള ധാർമ്മികമായ തിരിച്ചടിയായി മാറുന്നത്? അല്ല, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ബഹുമാനായ വിജയൻ സാറും അതുപോലെ തന്നെ വിജയരാഘവനും ഒക്കെ CPMൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇനിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 25,000 രൂപ ചെലവ് സഹിതം തള്ളിയ ഒരു കേസിൽ ഇനിയും എന്തിനാണ് ഇങ്ങനെ വാദിക്കുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താ, ഇവിടെ താഴെയുള്ള 2 കോടതികളിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയും അതുപോലെ തന്നെ ട്രിബ്യൂണലിലും ഒക്കെ തള്ളിയൊരു കേസ്, ആ കേസ് എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ ശ്രീ സെൻകുമാർ വിജയിക്കുന്നത്? അതിനുശേഷം വ്യക്തത വരുത്താൻ പോയ കേസ് എങ്ങനെയാണ് തള്ളുന്നത്? ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇവിടെ പ്രധാനമായും ഉണ്ടായത് ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരള നിയമസഭയിൽ ഈ ഉദ്യോഗസ്ഥരെതിരായി പറഞ്ഞ ചില കാര്യങ്ങളാണ്. അദ്ദേഹം കേരള നിയമസഭയിൽ പ്രധാനമായും പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞത്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സെൻകുമാറിനെതിരായി ജനവിധി ഉണ്ടായി എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്കെതിരായി ജനവിധി ഉണ്ടാകുന്നത്? ജനവിധി ഉണ്ടാകുന്നത് സ്വാഭാവികമായും ആ ഗവൺമെൻറ്റിനും ആ ഗവൺമെൻറ്റിനെ പ്രതികരിച്ച ആളുകൾക്കാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പരാജയപ്പെട്ടു, അങ്ങനെയാണ് ഞങ്ങൾ പ്രതിപക്ഷത്ത് വന്നത്. പക്ഷേ ബഹുമാന്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതല്ല, സെൻകുമാറിനെതിരായി ജനവിധി ഉണ്ടായി, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സെൻകുമാറിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിലായിരുന്നില്ല എന്ന് പറയുകയുണ്ടായി. അത് സുപ്രീം കോടതിയിൽ തെളിവായി കൊടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ 10 റിപ്പോർട്ടുകൾ മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞത്. അതിനിടയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനായ പിണറായി വിജയൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിന്നും ആ ഉദ്യോഗസ്ഥൻ പോയി, ഇപ്പോൾ വേറെ ആളുടെ കൂട്ടത്തിലാണ് എന്ന് മുനവെച്ചുള്ള രാഷ്ട്രീയം പറഞ്ഞു. ഇപ്പോൾ തിരിച്ചു വീണ്ടും പറയുകയാണ്. എന്ന് വെച്ചാൽ ചെയ്യാവുന്ന രീതിയിലൊക്കെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമം നടത്തി, നാറ്റിക്കാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വേറെ തരത്തിൽ പറഞ്ഞു നോക്കി. അങ്ങനെ അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് പിന്നെ നിയമസഭയിൽ പറഞ്ഞത്, ചീഫ് സെക്രട്ടറി സെൻകുമാറിൻ്റെ പോലീസ് സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് മറുപടിയായി പറഞ്ഞു. അതിനുശേഷം അടിയന്തര പ്രമേയം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പുനഃപരിശോധനാ ഹർജിയും അതുപോലെ തന്നെ വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള ഹർജിയും കൊടുക്കാൻ തീരുമാനിച്ചു. എന്തുണ്ടായി? 25,000 രൂപ കേരളത്തിന്റെ അനിലക്കര, ഏതെങ്കിലും ചില ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലൊക്കെ ഭരിക്കുന്ന സർക്കാരുകൾ ഇவ்விധത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. മുൻകാലത്തും ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ചിലരെയൊക്കെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ചിലരെയൊക്കെ നിയമിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ സ്ഥലം മാറ്റുന്ന നടപടികളൊക്കെ മുൻപുണ്ടായിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി എന്ന സ്ഥാനം അതിനോട് തുല്യമാണോ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. എങ്കിലും ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ നടപടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഭരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈനംദിന ഭരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചില നടപടികൾ, അതിൽ ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടാവാം. പക്ഷേ അത് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം അല്ലെങ്കിൽ സ്ഥാനമൊഴിയേണ്ടതുണ്ട് എന്ന നിലയിൽ ആവശ്യപ്പെടാൻ പാകത്തിലുണ്ടോ എന്നതാണ് ചോദ്യം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൻ്റെ നിയമസഭയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നൽകിയ 2 വാക്കുകളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ജനവിധി ഈ ഉദ്യോഗസ്ഥനെതിരാണ് എന്ന് പറഞ്ഞു. പക്ഷേ ജനവിധി ഈ ഉദ്യോഗസ്ഥന് എതിരാണ് എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ സുപ്രീം കോടതിയിലും അല്ലെങ്കിൽ കേരള നിയമസഭയെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ പറഞ്ഞത്. രണ്ടാമത് പിന്നെ പറഞ്ഞ ജിഷ കേസും അതുപോലെ പുറ്റിങ്ങൽ കേസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ മനോജ് അബ്രഹാമിനെയും അതുപോലെ തന്നെ ചാത്തന്നൂർ CI ഉൾപ്പെടെയുള്ള ആളുകളെയാണ് സ്ഥലം മാറ്റേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DGPക്ക് എന്താണ് കാര്യം? തൃശ്ശൂർ പൂരം അവിടെ നടക്കുകയാണ്. അവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ DGP തൃശ്ശൂർ പൂരം കാണാൻ പോയിട്ടുണ്ടോ? അവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് തൃശ്ശൂരിലെ സിറ്റി പോലീസ് കമ്മീഷണറും അവിടെയുള്ള റേഞ്ച് IG-യും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുമാണ്. ഇവിടെ അതൊന്നുമല്ല വിഷയം. ഇവിടെ പിണറായി വിജയന് ഒരു രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ടായിരുന്നു. അത് ലോക്നാഥ് ബെഹ്റയെ DGP ആക്കാനും അദ്ദേഹത്തിൻ്റെതായ ചില കേസുകൾക്ക് പാലമായി പിന്നെ CBI കേസുമായി ബന്ധപ്പെട്ട് നടത്താണ്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇവിടെ അനാവശ്യമായി കേരള നിയമസഭയിൽ നൽകിയ ഉറപ്പ്, ഇവിടെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തത വരുത്താൻ വേണ്ടി വീണ്ടും സുപ്രീം കോടതിയിൽ പോയപ്പോൾ അവിടെ നിന്നും കിട്ടി കോടതിയുടെ
ശിക്ഷ ഉൾപ്പെടെ കിട്ടിയ മുഖ്യമന്ത്രിയാണ്. പിന്നെ എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുന്നത്? ഡോക്ടർ എം വിജയൻ ഉണ്ണി, ഇവിടെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വൈരുദ്ധ്യങ്ങൾ ഒരുപക്ഷെ ഈ കോടതി വിധിയിൽ ഉണ്ടായിരിക്കാം. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കുന്ന ഒരാൾ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതാണ് എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചുരുങ്ങിയത് 2 വർഷമെങ്കിലും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. സുപ്രീം കോടതി അത് പ്രകാശ് സിംഗ് കേസിൽ വിധിച്ചതും. ആ ഒരു സാഹചര്യം മുന്നിൽ നിൽക്കെ കേരളം അതിന് ആ വിധിയെ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം 2011 നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു വിധി മുന്നിൽ നിൽക്കെ പ്രത്യേകിച്ച് വിശ്വസനീയമായ കാരണങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാനില്ലാതെ DGP സ്ഥാനത്ത് നിന്ന് സെൻകുമാറിനെ മാറ്റുമ്പോൾ ഇത്തരത്തിലൊരു തിരിച്ചടി സർക്കാർ പ്രതീക്ഷിക്കേണ്ടതല്ലേ? അതോ സർക്കാരിന് വിശ്വാസമില്ലാത്തൊരു ഉദ്യോഗസ്ഥനാണ് എന്നതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ മാറ്റാൻ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് അവകാശമുണ്ടോ? ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസ് വകുപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വളരെയധികം അധികാരങ്ങൾ കൈയാളുന്നൊരു വകുപ്പാണ്. അതുകൊണ്ട് തന്നെ അധികാരം ദുരുപയോഗം ചെയ്യപ്പെടാനും ഏറ്റവും അധികം സാധ്യതയുള്ളൊരു വകുപ്പാണ്. അതുകൊണ്ടുകൂടിയാണ് പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് അടിയിൽ നിന്ന് മുടിയോളം എല്ലാ കാലത്തും നിയന്ത്രിക്കപ്പെടണം എന്നുള്ള ഒരു ആശയം തന്നെ വരുന്നത്. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് സ്വൈരജീവിതം സാധ്യമാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ കുറ്റങ്ങൾ നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കപ്പെടുകയുള്ളൂ. എങ്കിൽ മാത്രമേ കുറ്റങ്ങൾ കോടതിയിൽ കൊണ്ടുപോയിട്ട് ശിക്ഷ വിധിക്കപ്പെടുകയുള്ളൂ. ഇങ്ങനെ നിയമവാഴ്ചയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ പോലീസ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു വകുപ്പ് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ സംഭവിച്ചില്ലേ? വിജിലൻസ് അടുത്ത കാലത്ത് വകുപ്പിൻ്റെ അടുത്ത കാലത്തെ പ്രവർത്തനത്തിൽ വളരെയധികം അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ഉണ്ടായതുള്ളതുകൊണ്ട് ഹൈക്കോടതി തന്നെയല്ലേ ഒബ്സർവ് ചെയ്തത് എന്തുകൊണ്ട് ഈ വിജിലൻസ് ഡയറക്ടർ അവിടെ തുടർന്ന് നിലനിർത്തുന്നു, എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്ന് ഹൈക്കോടതി ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ? അത് ഈ ദുരുപയോഗം കാരണമാണ്. ഗവൺമെൻറ്റിന് അവസാനം അത് ആ തരത്തിൽ നീങ്ങേണ്ടി വന്നില്ലേ? കേന്ദ്ര ഗവൺമെൻറ്റിലാണെങ്കിലും CBI പോലുള്ള ഒരു വലിയ വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി, അതിൻ്റെ ഡയറക്ടർ കൂട്ടിലടച്ച് തത്തയാക്കരുത് എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ എന്നിട്ടെന്താണ് പിന്നെ സംഭവിച്ചത്? ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതേ ഡയറക്ടർക്കെതിരായിട്ട് അതേ സുപ്രീം കോടതി നടപടികൾ ആരംഭിച്ചു. പല കാര്യങ്ങളിലും ക്രമക്കേട് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി തന്നെ സ്വയമോട്ട് ഇനിഷ്യേറ്റീവിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റക്കാരനാണെന്ന് ആണ് അന്വേഷണത്തിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. അത് CBI കേന്ദ്രത്തിലെ പോലീസിൻ്റെ. ഇങ്ങനെ പോലീസിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്ന ഇതാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഈ സംസ്ഥാനത്തിലായാലും എവിടെയായിരുന്നാലും സംസ്ഥാന ഗവൺമെൻറ്, ഇപ്പോൾ DGPയുടെ മുകളിൽ ആരാണ്? സംസ്ഥാന ഗവൺമെൻറ്റാണ് ഉള്ളത്. ഇപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും അതിൽ പരാതി ഉണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റാണ് അതിന് ഉത്തരവാദി, സംസ്ഥാന ഗവൺമെൻറ്റാണ് അതിൽ നടപടിയെടുക്കേണ്ടത്. അതാണ് വിജിലൻസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. DGPയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുക. സംസ്ഥാന ഗവൺമെൻറ്റിന് അതിൽ നിന്ന് കൈകഴുകി പോകാൻ പറ്റില്ല. അത് സ്വതന്ത്രമായിട്ടുള്ള ഏജൻസിയാണ്, സ്വതന്ത്രമായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്, ഇതെല്ലാം അഴിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയാൻ സംസ്ഥാന ഗവൺമെൻറ് സാധിക്കുകയില്ല. അങ്ങനെ ചെയ്യാൻ പാടുമില്ല ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളപ്പോൾ. ഇവിടെ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് സംഭവിച്ചത്? പുറ്റിങ്ങൽ അപകടത്തിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ നിരോധന ഉത്തരവ് നടപ്പാക്കേണ്ടിയിരുന്ന ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിനെ അവഗണിച്ചുകൊണ്ട്, അതിനെ ധിക്കരിച്ചുകൊണ്ട് അവിടെ ഈ തരത്തിലുള്ള അപകടകരമായിട്ടുള്ള വെടിക്കെട്ട് നടക്കുമ്പോൾ അവർ ഇടപെടലിൽ മാത്രമല്ല അവരുടെ മൗനാനുവാദത്തോടുകൂടി നടക്കുകയും വളരെ ഗൗരവമായിട്ടുള്ള സ്ഥിതിവിശേഷം 100 പേർ മരിക്കുകയും 400 പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും എത്രയോ കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടി നശിക്കുകയൊക്കെ ചെയ്യുന്ന ഇത്രയും ഗുരുതരമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ സംസ്ഥാന DGP എന്താണ് പറയുന്നത്? തൻ്റെ സ്വന്തം വകുപ്പിലെ കീഴുദ്യോഗസ്ഥന്മാരെ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ട് അവരുടെ ഭാഗത്തൊന്നും അല്ല തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെയും ജില്ലാ ഭരണാധികാരികളുടെയും എൻവിറോൺമെൻറ്റ് പൊല്യൂഷൻ കൺട്രോളിൻ്റെയും എൻവിറോൺമെൻറ്റ് ഏജൻസി ഇങ്ങനെയുള്ള തൻ്റെ വകുപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ വകുപ്പുകളെയും കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഇറക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ആ വാദങ്ങളൊന്നും സുപ്രീം കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല. സുപ്രീം കോടതിയുടെ വിധിയിൽ വിശദമായി തന്നെ ഇത് പരാമർശിക്കുന്നുണ്ട്. അവതരിപ്പിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ പറയാൻ കാരണം തന്നെ അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ശ്രീ വിജയനുണ്ണി ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ
അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ നളിനി നെറ്റോ 2016 ഏപ്രിലിൽ നൽകിയ റിപ്പോർട്ടിൽ DGPയെ കുറ്റപ്പെടുത്തുന്നില്ല. അതിനുശേഷം പുതിയ സർക്കാർ വന്നതിന് ശേഷം നൽകിയ റിപ്പോർട്ടിലാണ് DGP പോലീസിനെ അമിതമായി ന്യായീകരിക്കുകയും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു എന്നൊക്കെ രേഖപ്പെടുത്തുന്നത്. ഇവിടെ തന്നെ വൈരുദ്ധ്യമുണ്ട്. ഇത്തരം വൈരുദ്ധ്യങ്ങൾ ഒരുപക്ഷെ സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ടാവില്ലേ? പറയട്ടെ, ഈ ആദ്യത്തെ ഹോം സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. അതിലാണ് ലോക്കലായിട്ടുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടിയെടുക്കണമെന്നുള്ള ആദ്യത്തെ റിപ്പോർട്ട്. അപ്പോൾ അവിടെ DGPക്കെതിരായിട്ടുള്ള ഒരു ഒക്കേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ റിപ്പോർട്ടിൻ്റെ മുകളിൽ അന്നത്തെ ഗവൺമെൻറ്, അന്നത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല, ആ റിപ്പോർട്ട് തന്നെ എടുത്തിട്ട് DGPക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്, അഭിപ്രായം പറയണമെന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ആ വകുപ്പിൻ്റെ തന്നെ തലവന് ഇത് അയച്ചു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവിടെ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് അർത്ഥം. അപ്പോൾ ഇലക്ഷൻ അടുത്ത സമയത്ത് ഈ തരത്തിലുള്ള ഇനാക്ഷനാണ് അവിടെ ഉണ്ടായത്. എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ന്യായീകരിച്ചുകൊണ്ടുള്ള വകുപ്പ് തലവൻ്റെ പ്രസ്താവനകൾ പുറത്തു വന്നത്. സ്വാഭാവികമായിട്ടും അപ്പോഴാണല്ലോ അതിനെതിരെ നടപടി ഉണ്ടാവുക. അല്ലാതെ അതിനു മുമ്പ് നടപടി റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഇത്തരം റിപ്പോർട്ടുകൾ ഉണ്ടായി, കീഴുദ്യോഗസ്ഥരെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ പാകത്തിലുള്ള തെറ്റായി ഇതിനെ കാണാൻ സാധിക്കുമോ? ഭരണത്തിലേറുന്ന ഒരു സർക്കാരിന് DGP തെറ്റായൊരു നിലപാടെടുത്താൽ അത് തിരുത്താനുള്ള അധികാരമുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ അധികാരം ഉപയോഗിച്ചാൽ മതിയല്ലോ. DGP സ്ഥാനത്തു നിന്നോ അല്ലെങ്കിൽ പോലീസ് മേധാവി സ്ഥാനത്തു നിന്നോ നീക്കി നിർത്താൻ പാകത്തിലുള്ള ഒരു ആരോപണമായി ഇതിനെ ഉന്നയിക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളൊരു ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കുമല്ലോ. അതാണല്ലോ ആ തീരുമാനമാണല്ലോ ഉണ്ടായത്. അപ്പോൾ അതിൽ മറ്റൊരു അഭിപ്രായമോ മറ്റൊരു വ്യൂ പോയിൻ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ നടപടിക്രമം മാറുന്നില്ല. ഓരോ കേസിലും വേണ്ടത് എന്താണെന്ന് തീരുമാനിക്കാൻ അതാത് സമയത്ത് ഉത്തരവാദപ്പെട്ട അധികാരികൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. എങ്കിൽ മാത്രമേ, അല്ലാതെ മറ്റൊരാൾ പുറത്തു നിന്നുകൊണ്ട് ഉപദേശം കൊടുത്തുകൊണ്ട് ഒരു ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തീരുമാനം പരാജയപ്പെട്ടു. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് DGP TP സെൻകുമാറിനെ മാറ്റുക എന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തീരുമാനം എന്ന നിലയ്ക്ക് നമുക്ക് വ്യാഖ്യാനിക്കാം. ആ തീരുമാനമാണ് ഭരണ നേതൃത്വം നടപ്പാക്കിയതെന്നും അതിനപ്പുറത്ത് പോലീസ് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ അല്ലെങ്കിൽ അവർക്കിടയിലെ ചേരിപ്പോര് ഇത്തരം നടപടികൾക്ക് ഒരു കാരണമായിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം സെൻകുമാർ തന്നെ മീഡിയ വണ്ണിന് നൽകിയ വ്യൂ പോയിന്റിൽ ചീഫ് സെക്രട്ടറി അടക്കം 6 ഉദ്യോഗസ്ഥർ തനിക്കെതിരെ ചരട് വലിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരുന്നു. ഇതൊക്കെ TP സെൻകുമാർ, ചീഫ് സെക്രട്ടറി അടക്കം 6 ഉദ്യോഗസ്ഥ മേധാവികൾ അദ്ദേഹത്തിനെതിരെ ചരട് വലിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അദ്ദേഹം തന്നെ ഏറ്റെടുക്കണം. ഞാൻ ഇത്ര ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ആ തരത്തിലുള്ള പരാമർശങ്ങൾ സ്വാഗതം ചെയ്യുകയില്ല. നേരെ മറിച്ച് ഇവിടെ ഉണ്ടായിട്ടുള്ള സ്ഥിതി, TP സെൻകുമാറിനെ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ഉള്ള ഡിസിഷൻ പൊളിറ്റിക്കൽ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഡിസിഷൻ എടുക്കുമ്പോൾ അത് നടപ്പാക്കുന്നതിന് നിയമപരമായ ചില രീതികളുണ്ട്. ആ നിയമപരമായ രീതികൾ സുപ്രീം കോടതി വിധികളും പോലീസ് ആക്റ്റും ഒക്കെ നോക്കി വേണ്ട വിധം ചെയ്യുവാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചില്ല എന്നുള്ള വളരെ ലളിതമായ ഒരു പ്രശ്നം മാത്രമേ ഇതിനകത്തുള്ളൂ. അതായത് ഒരു പോലീസ് മേധാവിയെ നിയമിക്കുന്നത് എങ്ങനെ വേണം എന്ന് 18-ാം വകുപ്പിൽ പറയുന്നു. നീക്കുന്നതിനെ സംബന്ധിച്ച് 2 കൊല്ലത്തെ ടെനുവർ 97-ാം വകുപ്പിലുള്ളപ്പോൾ വേറൊരു ഉപവകുപ്പ് അനുസരിച്ച് ചില പ്രത്യേക സാഹചര്യത്തിൽ നീക്കാൻ കഴിയും. ഇതിനൊക്കെ ആ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി കൃത്യമായിട്ട് മിനിറ്റ്സ് എഴുതി ഉത്തരവിലത് പറയണം. ഇവിടെ TP സെൻകുമാർ കേസ് ജയിക്കാൻ ഇടയായ ഒരു പ്രധാനപ്പെട്ട കാരണം നിയമത്തിൻ്റെ മുമ്പിൽ സർക്കാരിൻ്റെ ഉത്തരവ് സാധുവാണോ അല്ലയോ എന്ന് നോക്കുന്നത് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് 1952 മുതൽ ഇങ്ങോട്ട് നിരന്തരം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ TP സെൻകുമാറിനെ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും മാറ്റിയ ഉത്തരവിൽ ഒരു കാരണവും പറഞ്ഞിരുന്നില്ല.
അതൊരു പിന്നീട് കൊടുക്കുന്ന ഒരു അഫിഡവിറ്റ് മുഖാന്തരമോ പിന്നീട് കാണിക്കുന്ന രേഖകൾ മുഖാന്തരമോ ഒരു കാരണം സ്ഥാപിച്ചെടുക്കാൻ കോടതികൾ ന്യായമായിട്ട് അനുവദിക്കില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും കേരള ഹൈക്കോടതിയും ഈ നിയമവ്യവസ്ഥ ശരിക്ക് കാണാതെ ടി.പി. സെൻകുമാറിൻ്റെ കേസ് തള്ളിക്കളഞ്ഞു. സുപ്രീം കോടതി ആ നിയമവ്യവസ്ഥ ശരിക്കും നോക്കി. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ രാഷ്ട്രീയവും ഇല്ല, മറ്റു ഉദ്യോഗസ്ഥന്മാർ സെൻകുമാറിനെ ഉപദ്രവിച്ചോ എന്നുള്ളതൊക്കെ രണ്ട് വശത്തും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞ് ഒരു കൺഫ്യൂഷൻ ഒരു ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ടി.പി. സെൻകുമാർ നല്ല ഉദ്യോഗസ്ഥനായിരിക്കാം, നല്ല കഴിവുള്ളയാളായിരിക്കാം, അദ്ദേഹത്തിൻ്റെ അനുകൂലമാണ് സുപ്രീം കോടതി വിധി, നിയമം അദ്ദേഹത്തിന് അനുകൂലമാണ്. അതുകൊണ്ടാണ് അസംബ്ലിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് നിയമവാഴ്ചയുടെ നിയമത്തിൻ്റെ വിജയമാണ് കണക്കാക്കുന്നു, നടപ്പാക്കാൻ പോകുന്നു. പക്ഷേ നടപ്പാക്കുന്നതിന് 7 ദിവസമോ 12 ദിവസമോ എടുക്കുന്നത് തെറ്റൊന്നുമില്ല. മറ്റുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ നടപടികൾ ടി.പി. സെൻകുമാറിന് എടുക്കാം. രാജേന്ദ്രൻ നായർ, ഞാൻ തിരിച്ചെത്താം താങ്കളിലേക്ക്, ഒപ്പം മറ്റ് അതിഥികളിലേക്കും തിരിച്ചെത്താം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം പി ബിജു, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ട്രഷറർ, അദ്ദേഹം കൂടി ചർച്ചയിൽ ചേരുന്നു. ബിജു, സാങ്കേതികമായി നിയമപരമായ വഴികളിലൂടെ സുപ്രീം കോടതിയുടെ ഉത്തരവിൽ വ്യക്തത തേടാൻ ശ്രമിച്ചു എന്ന് സർക്കാരിന് വാദിക്കാം. അതിനപ്പുറത്ത് സർക്കാരിന് ശക്തമായൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായ നഷ്ടം ഈ വിഷയത്തിലുണ്ടായി എന്നതല്ലേ വാസ്തവം? ഒരു പ്രതിച്ഛായയുടെയും പ്രശ്നമില്ല. ഈ കോടതി വിധി വന്ന ദിവസം തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി, മുഖ്യമന്ത്രി പറഞ്ഞു കോടതി വിധി മേൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി പറഞ്ഞു കോടതിയുമായി ഏറ്റുമുട്ടലില്ല, നിയമപരമായി കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. ഒരു ഗവൺമെൻറ് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ നടത്തുക മാത്രമാണ് ചെയ്തത്. ഇന്നിപ്പോൾ എന്താ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ഗവൺമെൻറ് ചോദിച്ചാൽ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ലാന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിനപ്പുറത്തേക്ക് എന്താണെന്ന് സംഭവിച്ചത്? ഇവിടെ റിവ്യൂ പെറ്റീഷൻ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള റിവ്യൂ പെറ്റീഷൻ അംഗീകരിച്ചിട്ടുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. കോടതി ഇപ്പോൾ തൊട്ടടുത്ത ദിവസം രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ നിയമനം നടത്തണം, DGP ആയി നിയമിക്കണം എന്നൊന്നും ഉത്തരവ് കൊടുത്തിട്ടില്ല. കോടതി പറഞ്ഞില്ല. പിറ്റേ ദിവസം തന്നെ നിയമിക്കണമെന്നോ സർക്കാരിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ തന്നെ നിയമിക്കാം, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ വ്യക്തത തേടൽ ഹർജിയിൽ ഈ പോലീസ് മേധാവി സ്ഥാനം, അങ്ങനെ ആ സ്ഥാനം ചെയ്യപ്പെട്ടു. നിയമപ്രകാരമാണോ നിയമിച്ചത് എന്ന ചോദ്യം, ഏത് നിയമവ്യവസ്ഥ അനുസരിച്ചാണോ നിയമിക്കേണ്ടത് ആ നിയമവ്യവസ്ഥ അനുസരിച്ചല്ല നിയമിച്ചത് എന്ന വാദമുന്നയിക്കപ്പെട്ടു. സ്വാഭാവികമായും DGP സെൻകുമാറിൻ്റെ നിയമനം തന്നെ അസാധുവായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമം ആ വ്യക്തത വരുത്തൽ ഹർജിയിലുണ്ടായിരുന്നു. ആ ഹർജിയാണ് കേൾക്കുക പോലും ചെയ്യാതെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത്. പൊതുജനത്തിന് മുന്നിൽ DGP സെൻകുമാറിനെ മാറ്റാൻ സംസ്ഥാന സർക്കാരിന് എന്തോ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യം സംരക്ഷിക്കാൻ പാകത്തിലുള്ള നടപടികൾ പിന്നീട് സ്വീകരിച്ചു. ഏറ്റവും അവസാനം സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും അതിനുവേണ്ടി ശ്രമിച്ചു എന്ന തോന്നലല്ലേ ഉണ്ടാവുക? ഒന്ന്, ഗവൺമെൻറ് ജനങ്ങളുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. ആ ജനങ്ങളുടെ താല്പര്യാർത്ഥം ആണ് 1 വർഷത്തിന് മുമ്പ് പുതിയൊരു DGPയെ കേരളത്തിൽ നിയമിച്ചത്. ഇപ്പോൾ പുതിയതായ ഒരു സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. ആ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് റീസണബിളായിട്ടുള്ള ടൈമേ എടുക്കാൻ പാടില്ല. ഇത് മാസങ്ങളോളമൊന്നും എടുത്തിട്ടില്ല. റീസണബിളായിട്ടുള്ള ടൈമേ എടുക്കാൻ പാടില്ല എന്ന ഒരു നിലയും കോടതി സ്വീകരിച്ചിട്ടില്ല. ഇന്നുണ്ടായ പ്രശ്നം എന്താണ്? കോടതിയോടൊരു ഒരു ക്ലാരിഫിക്കേഷൻ ഗവൺമെൻറ് ചോദിച്ചു, ആ ക്ലാരിഫിക്കേഷൻ അനുവദിച്ചു തന്നില്ല. റിവ്യൂ പെറ്റീഷൻ അനുവദിച്ചു എന്നാണ് പറയുന്നത്. നിയമപരമായ ഒരു ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ? ഒരു ഗവൺമെൻറ് ഒരു കോടതി ഉത്തരവ് കണ്ടാൽ ആ കോടതി ഉത്തരവിനെ സംബന്ധിച്ച് പരിശോധിക്കുക. നിങ്ങൾ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഒരു രക്തസാക്ഷി പരിവേഷം സൃഷ്ടിക്കുകയാണ്. പക്ഷേ ചില മാധ്യമങ്ങളും കോൺഗ്രസും അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷമൊന്നും ഡോക്ടർ ടി.പി. സെൻകുമാറിന്റെ കാര്യത്തിൽ സൃഷ്ടിക്കുന്നില്ല. സർക്കാരിന് എന്തുദ്ദേശമായിരുന്നു എന്നൊരു ചോദ്യം ഉയരുന്നില്ലേ എന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. ഇക്കാര്യത്തിൽ ഇത്രമാത്രം കടുംപിടുത്തം എന്തിനു വേണ്ടിയായിരുന്നു? ടി.പി. സെൻകുമാർ എന്ന ഉദ്യോഗസ്ഥനെ സുപ്രീം കോടതി തിരികെ നിയമിക്കാൻ നിർദ്ദേശിച്ചാൽ തിരികെ നിയമിക്കുകയും ആ ഉദ്യോഗസ്ഥനെ കൊണ്ട് സർക്കാരിൻ്റെ നയം നടപ്പാക്കുകയും ചെയ്യുക എന്നതല്ലേ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്? അങ്ങനെയല്ലല്ലോ ഈ പ്രശ്നത്തെ കാണേണ്ടത്. ഇവിടെ എന്താ പ്രശ്നം? സുപ്രീം കോടതി ഒരു വിധി വന്ന് ഗവൺമെൻറ് പറയുകയാണ് ഞങ്ങൾ നടപ്പിലാക്കില്ല, ഞങ്ങൾ ആ കോടതിയെ വെല്ലുവിളിക്കാൻ പോവുകയാണെന്നല്ലല്ലോ പറഞ്ഞത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു സുപ്രീം കോടതി സുപ്രീമാണ്, കോടതി വിധി നടപ്പിലാക്കും, അതിനാവശ്യമായിട്ടുള്ള തീരുമാനമെടുക്കും. CPM പറഞ്ഞു
ഇതിനൊരു റീസണബിൾ ആയിട്ടുള്ള ടൈമും പാടില്ല. കോൺഗ്രസും BJPയും കേരളത്തിലെ ചില മാധ്യമങ്ങളും ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ വെച്ചിട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഒരു ഗവൺമെന്റ് പോകണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ബിജു, അങ്ങനെ പോകണമെന്നല്ല. സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന് സർക്കാരിന് നിയമപരമായോ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനോ വേണ്ട സമയമെടുക്കുന്നതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. മറിച്ച് വ്യക്തത തേടി ഒരു ഹർജി സമർപ്പിക്കുമ്പോൾ ആ ഹർജിക്കെങ്കിലും ഒരു വ്യക്തത വേണ്ടേ? അല്ല, ഹർജി എന്ന് പറഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കാനുള്ള നിയമപരമായിട്ടുള്ള അവകാശം കക്ഷി എന്ന നിലയ്ക്ക് സംസ്ഥാന സർക്കാരിനില്ലേ? നിങ്ങളിപ്പോൾ പറയുന്നത് പറഞ്ഞാൽ അങ്ങനെ ഒരു അവകാശം ഇല്ല എന്നല്ല പറഞ്ഞത്. ഹർജി സമർപ്പിക്കാനുള്ള സകല അവകാശവും സംസ്ഥാന സർക്കാരിനുണ്ട്. നിയമപരമായ ഏത് മാർഗം സ്വീകരിക്കുന്നതിനും വ്യക്തികൾക്കുള്ളതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും അവകാശമുണ്ട്. ആ സാധ്യതകൾ ഉപയോഗിക്കുന്നതുകൊണ്ടും തെറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു ഹർജിയുമായി ചെല്ലുമ്പോൾ അത് കേൾക്കാൻ പോലും തയ്യാറാകേണ്ടതില്ല എന്ന് സുപ്രീം കോടതി തീരുമാനിക്കേണ്ടി വരുന്നൊരവസ്ഥ, കോടതി ചെലവ് നിങ്ങൾ നൽകണം എന്ന് സർക്കാരിനോട് വിധിക്കുന്നൊരവസ്ഥ, ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമ്പോൾ ഇങ്ങനെ ഹർജി കൊടുക്കാമെന്ന് ഉപദേശിച്ചവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഹർജി കൊടുക്കാം എന്ന് തീരുമാനിച്ചവർക്ക് പിഴവ് പറ്റിയില്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു പിഴവിൻ്റെ ഒരു പ്രശ്നവും ഇല്ലെന്നേ. ഇവിടെ കോടതി നിങ്ങൾ പറഞ്ഞു കണ്ടംപ്റ്റാണ്, ഒരു കണ്ടംപ്റ്റും കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ഇതെന്താ പ്രശ്നം? ഒരു വർഷത്തിന് മുമ്പെയാണ് ഒരു DGP ലെവലിൽ ഒരു മാറ്റം വന്നത്. അതിനുശേഷം ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ സ്വാഭാവികമായ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട ഈ കോടതി വിധി നടപ്പിലാക്കുമ്പോഴുണ്ടാവുന്ന ഇംപ്ലിക്കേഷൻസിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് ലീഗൽ ഒപ്പീനിയൻ എടുക്കേണ്ടി വരും. ആ ലീഗൽ ഒപ്പീനിയൻ എടുക്കുന്നതിനും മറ്റുമൊക്കെ കുറച്ച് സമയം എടുക്കാം. അങ്ങനെ റീസണബിൾ ആയിട്ടുള്ള ടൈം സംസ്ഥാന സർക്കാരിന് എടുക്കാം. ബിജു, ഞാൻ സമയം വൈകിയതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ബിജു, സമയം വൈകിയതിനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ഇങ്ങനെ ഒരു ഹർജിയുമായി പോകാൻ തീരുമാനിക്കുമ്പോൾ ആ ഹർജി ഭദ്രമായിരിക്കണം, സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുന്നതായിരിക്കണം, മിനിമം ആ ഹർജി കേൾക്കണം എന്നെങ്കിലും തീരുമാനിക്കാൻ സുപ്രീം കോടതിക്ക് തോന്നണ്ടേ? അതുപോലും തോന്നിയില്ലല്ലോ. അവിടെയാണ് ഇങ്ങനെ തീരുമാനിച്ചതിൽ, ഈ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചതിൽ, അതിൽ ഉപദേശിച്ചതിൽ ഒക്കെ പിഴവുണ്ടായോ എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. ഈ ചോദ്യം മാധ്യമങ്ങൾ മാത്രമല്ല, CPIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഈ സംശയം ഉന്നയിച്ചു കഴിഞ്ഞു. ഉപദേശകർ ആണ് സർക്കാരിനെ വഴിതെറ്റിക്കുന്നത് എന്ന സംശയം. അല്ല, അതിനൊക്കെ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഈഗോ കാണിക്കാം, ഇങ്ങനെ ഇതൊരു ഈഗോ അല്ലേ, ഞങ്ങൾ പുറപ്പെടുവിച്ച വിധി നിങ്ങൾ പിറ്റേ ദിവസം നടപ്പിലാക്കുക, അങ്ങനെയും വ്യാഖ്യാനിച്ചൂടെ? ഇതെന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ ക്ലാരിഫിക്കേഷൻ അനുവദിക്കണോ അനുവദിക്കേണ്ടേ എന്നുള്ളത് കോടതിയുടെ ഒരു ഡിസ്ക്രിഷണറി പവറാണ്. ചിലർ അനുവദിക്കും, ചിലർ അനുവദിക്കുക. ഇതേ ബെഞ്ചിൽ തന്നെയാണ് ഇത് പോയത്. ചിലർ അനുവദിക്കും, ചിലർ അനുവദിക്കാതിരിക്കും. ഏതെങ്കിലും ഒരു കോടതി അത്തരം ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഇത് ഉപദേശകരുടെ പ്രശ്നമാണ്, മറ്റതാണ് മറിച്ചാണെന്ന് റോഡിൽ നിന്ന് പറയുന്നതാണ് അതിൻ്റെ ന്യായം. അതൊന്നുമല്ല. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ഗവൺമെൻറ് നിയമോപദേശം കിട്ടിയിട്ടുണ്ടാവും. സ്വാഭാവികമായി ക്ലാരിഫിക്കേഷൻ എടുത്തു. റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും, റിവ്യൂ പെറ്റീഷൻ കൊടുക്കും. അത്തരം സ്വാതന്ത്ര്യം ഗവൺമെന്റില്ലേ? നിങ്ങൾ ഇതിനെന്തോ മഹാസംഭവം. ഇപ്പോൾ CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രകാശ് ബാബു, ഇവിടെ TP സെൻകുമാർ കേസിൽ നിയമപരമായ ചില നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. അതിൽ സുപ്രീം കോടതിയുടേതായ തീരുമാനം പുറപ്പെടുവിച്ചു. അങ്ങനെ സാങ്കേതികമായി മാത്രം കണ്ടാൽ മതിയോ ഇന്നത്തെ നടപടിയെ? അതിനപ്പുറത്ത് LDF സർക്കാരിന് തുടർച്ചയായി കോടതിയുടെ ഭാഗത്ത് നിന്ന് മുമ്പ് വിജിലൻസ് കേസുകളിലുണ്ടായിരുന്നു, ഇപ്പോൾ സെൻകുമാർ കേസിലും ഉണ്ടാകുന്നു. അത് അങ്ങനെ വെറുതെ സംഭവിക്കുന്ന ഒന്നായി കാണണോ? അതായത് തികച്ചും ഭരണപരമായിട്ടുള്ള ഒരു കാര്യമാണ്. സെൻകുമാറിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം കൊല്ലത്ത് SP ആയിട്ടിരിക്കുമ്പോൾ ഞാൻ MLAയുമായിരുന്നു. ആ നിലയിലേക്ക് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. സെൻകുമാർ നല്ല സത്യസന്ധനായ, കാര്യപ്രാപ്തിയുള്ള നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, നല്ല ഇന്റഗ്രിറ്റിയുള്ള ഓഫീസറാണ്. എന്നാൽ DGP നിയമനം എന്ന് പറയുന്നത് ഭരണപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഗവൺമെന്റ് കൂട്ടായി തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനമായതുകൊണ്ടാണ് സുപ്രീം കോടതി അതിന്റെ വിധി വന്നപ്പോൾ ഗവൺമെന്റ് 25,000 രൂപ കോടതി ചെലവിന് വേണ്ടി കൊടുക്കാനും പറയുന്നത്. അത് ഒരു വ്യക്തിയുടെ ആയിട്ടല്ല, ഗവൺമെന്റ് മൊത്തത്തിലുള്ളത്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭരണപരമായ ഒരു കാര്യത്തിൽ വന്ന ഒരു വിഷയമാണ്. കുറച്ചുകൂടി ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രതാപൂർവമായി പെരുമാറേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രകാശ് ബാബു, ഇത്തരമൊരു ഹർജിയുമായി, ഒരു വ്യക്തത ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജിയുമായി കോടതിയെ സമീപിക്കുമ്പോൾ എന്ത് കാര്യത്തിലാണ് വ്യക്തത വേണ്ടത് എന്നതിൽ സർക്കാരിനൊരു വ്യക്തത വേണ്ടേ? പോലീസ് മേധാവി ആ വാക്കിനെ പിടിച്ചായിരുന്നു സംശയം. ഒന്ന്, നിയമിച്ചത് തന്നെ നിയമവിധേയമാണോ എന്നൊരു സംശയം പിന്നീട് ഉന്നയിച്ചു. ഇതിനൊക്കെ ആദ്യത്തെ വിധിയിൽ തന്നെ സുപ്രീം കോടതി മറുപടി പറഞ്ഞതാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ നിയമവകുപ്പ്, അഡ്വക്കേറ്റ് ജനറൽ ഇവരുടെയൊക്കെ ഉപദേശം തേടിയിട്ടാണ് പോയത്. ഈ ഉപദേഷ്ടാക്കളാണോ
സർക്കാരിനെ ഈ വിധത്തിലുള്ളൊരു കെണിയിൽ കൊണ്ടെത്തിച്ചത്? അതാ ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി പെരുമാറേണ്ടതായിട്ടുണ്ട്. ആ ജാഗ്രത അതിന്റെ എല്ലാ വശങ്ങളും ആരെങ്കിലും പറഞ്ഞത് കേട്ടതുകൊണ്ട് മാത്രമല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് റൂൾ ഓഫ് ലോ ആണ്, നിയമവാഴ്ചയാണ്. അപ്പം നിയമത്തിന്റെയും ചട്ടത്തിന്റെയും എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട് വേണം ഗവൺമെന്റ് അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ. അതിൽ കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ പ്രകാശ് ബാബു, ഇത്തരമൊരു ഹർജിയുമായി പോയാൽ അത് സുപ്രീം കോടതി പരിഗണിക്കില്ല എന്ന് നിയമത്തിൻ്റെ പാഠങ്ങൾ അറിയാവുന്ന, അല്ലെങ്കിൽ ആദ്യ പാഠങ്ങൾ പോലും അറിയാവുന്ന എല്ലാവർക്കും ഏറെക്കുറെ അറിയാമായിരുന്നു. എന്നിട്ടും അങ്ങനെ ഒരു ഹർജിയുമായി പോകാൻ സർക്കാർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഈ തീരുമാനമെടുക്കുന്ന സമിതികളിൽ, അത് ഉദ്യോഗസ്ഥ തലത്തിലായാലും ഭരണ നേതൃത്വത്തിലായാലും, എന്തോ സാരമായ തകരാറുണ്ടെന്നല്ലേ അർത്ഥം? അതിൽ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്തരം അപ്പീലുമായിട്ട് പോകുമ്പോൾ, കൂടുതൽ ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലയിൽ പോകുമ്പോൾ പോലും ജാഗ്രതയോടുകൂടി, ഇന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ആ ജാഗ്രത കുറവ് തുടർന്നുള്ള കാര്യങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് സുപ്രീം കോടതിയുടെ വിധി. റൈറ്റ്, വളരെയധികം നന്ദി പ്രകാശ് ബാബു ഞങ്ങളോട് പ്രതികരിച്ചതിന്. അനിലക്കര, നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടാൽ 2011 കേരള സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമം, സുപ്രീം കോടതി വിധിയെ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നിയമം, ആ നിയമ ഭേദഗതി ഒരുപക്ഷെ ഇത്തരം നിയമനങ്ങളുടെ കാര്യത്തിൽ പോലീസ് മേധാവിയുടേതായാലും മറ്റ് IG-മാരുടെ SP-മാരുടെ ഒക്കെ നിയമന കാര്യത്തിൽ സർക്കാരിന് കുറച്ചുകൂടെ നിയന്ത്രണം, രാഷ്ട്രീയ നേതൃത്വത്തിന് കുറച്ചുകൂടെ നിയന്ത്രണം ഉറപ്പാക്കും വിധത്തിലുള്ള നിയമനിർമ്മാണമാണ് നടത്തിയത്. ആ നിയമനിർമ്മാണം പാളിപ്പോയി എന്നൊരു തോന്നലുണ്ടോ? അന്നും LDF സർക്കാരിൻ്റെ കാലത്താണ് ആ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. അല്ല, ആ നിയമ ഭേദഗതി പാളിപ്പോയിട്ടില്ലല്ലോ. അതിനകത്ത് സുപ്രീം കോടതിയുടെ 7 മാർഗ്ഗനിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് 2 വർഷം അധികാരത്തിൽ സർവീസിൽ തുടരാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നുമല്ല. ഇവിടുത്തെ പ്രശ്നം ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം നിയമവകുപ്പിൻ്റെ സെക്രട്ടറി പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലിലൊന്ന് ഈ കേസിൽ ഇനി മറ്റ് വിഷയങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല, സെൻകുമാറിന് നിയമനം കൊടുക്കണമെന്നുള്ളതാണ്. അത് തന്നെയാണ് ബഹുമാനായ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞത്. സുപ്രീം കോടതിയുടെ വിധി നീതിയുടെ വിധിയാണ്, ഞങ്ങൾ ആ വിധി നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അന്ന് വൈകുന്നേരമായപ്പോഴേക്കാണ് വ്യക്തത തേടിക്കൊണ്ടും അതുപോലെ തന്നെ റിവ്യൂ പെറ്റീഷനും ഒക്കെ ആയി പോയത്. അവിടെയാണ് ഈ ഗവൺമെന്റ് പാളിച്ചു പറ്റിയത്. ഞാൻ ചോദിക്കുന്നത്, ആരാണ് ഇതിനുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നത്? നിയമവകുപ്പ് സെക്രട്ടറി നിയമപരമായുള്ള ഉപദേശം കൊടുക്കുമ്പോൾ അതിനപ്പുറത്ത് ഈ കേസിൽ ആരാണ് ഉപദേശം കൊടുക്കുന്നത്? ബഹുമാനായ സുപ്രീം കോടതിയിൽ ഹരീഷ് സാൽവിയെ പോലുള്ള വലിയ അഭിഭാഷകർ വന്ന് വാദിച്ചില്ലേ? എന്നിട്ട് എന്തുണ്ടായി? ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഒരു പരാജയം സുപ്രീം കോടതിയിൽ ഉണ്ടായപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയും അതല്ലെങ്കിൽ സെൻകുമാറിന്റെ കാലാവധി പൂർത്തിയാക്കാൻ വേണ്ടിയുമുള്ള ശ്രമങ്ങളിലേക്ക് നീട്ടിപ്പോകാൻ ശ്രമിച്ചു. 9-ാം തീയതിയോ 10-ാം തീയതിയോ സുപ്രീം കോടതി അടച്ചു കഴിഞ്ഞാൽ പിന്നെ 1 മാസത്തോളം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇതൊക്കെ പോയത്. അങ്ങനെ സൂത്രം കൊണ്ട് ഓട്ടടയ്ക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായ പ്രശ്നങ്ങളാണ്. ഇവിടുത്തെ വിഷയം ഇതൊന്നുമല്ല. ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞു, ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയം പറഞ്ഞപ്പോഴാണ് ഇതിന്റെ പ്രശ്നങ്ങളിലേക്ക് പോയത്. അതുപോലെ തന്നെ 25,000 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. ഇവിടെ ബിജുവിൻ്റെയും അതുപോലെ തന്നെ ബഹുമാനായ കൃഷ്ണുണ്ണി സാറിൻ്റെയൊക്കെ സംസാരങ്ങൾ കേട്ടാൽ 25,000 രൂപയുടെ സമ്മാനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. തീർത്തും അപകാശനായ പരാജിതനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം കാണുന്നത്. അദ്ദേഹം ഒന്ന് പറയട്ടെ, എനിക്ക് ഉപദേശം നിന്ന ആളുകൾക്കാണ് പിഴച്ചത്. ആരാണ് ഇത് പോകാൻ വേണ്ടി? ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ കഴമ്പില്ലേ? ഇടത് ജനാധിപത്യ മുന്നണിയുടെ പോലീസ് നയം നടപ്പാക്കാൻ പുതിയ DGP-യുടെ കീഴിൽ കഴിഞ്ഞില്ല എന്ന് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയാണ് DGP സ്ഥാനത്ത് നിന്ന് TP സെൻകുമാറിനെ മാറ്റാൻ തീരുമാനിച്ചത്. നിയമസഭയിൽ അദ്ദേഹത്തെ പുനർനിയമിക്കും എന്ന് പറഞ്ഞതിന് ശേഷം തിരുത്തൽ ഹർജിയുമായി പോകാൻ തീരുമാനമെടുത്തത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയല്ലേ, മുഖ്യമന്ത്രിയുടെ പിടിവാശിയല്ലേ ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്? അല്ല, ഒന്ന്, മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിലെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ഭാഗം വരുന്ന മാധ്യമങ്ങളും കോൺഗ്രസും BJP-യും സ്ഥിരമായി ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും സംഭവിക്കുമ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ? അത് പ്രശ്നമില്ല. 2, ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലീഗൽ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാനുള്ള അവകാശം പോലും ഒരു ഗവൺമെൻറ്റിനില്ല എന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞു വയ്ക്കുന്നത്.
ഈ നിയമപരമായിട്ട് ക്ലാരിഫിക്കേഷൻ ചോദിക്കാനുള്ള അവകാശമുള്ളതുകൊണ്ട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചു. കോടതി പറഞ്ഞ് ക്ലാരിഫിക്കേഷൻ ഒന്നുമില്ല, നിങ്ങൾ വിധി നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. വിധി നടപ്പിലാക്കാൻ പോകുന്നു. ഇപ്പോൾ പറയുന്നത് ഇന്ന് നടപ്പിലാക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ കണ്ടംപ്റ്റ് വരുന്ന ഇവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിലും കണ്ടംപ്റ്റ് ഇനി എന്നാ കോടതി പരിഗണിക്കാൻ പോകുന്നത്? കണ്ടംപ്റ്റ് അന്ന് രാവിലെ ചെയ്താൽ പോരായിരുന്ന? അങ്ങനെ ബോധപൂർവ്വം നീട്ടണമെന്നുണ്ടെങ്കിൽ അന്ന് രാവിലെ ചെയ്താൽ പോരായിരുന്ന? അല്ലെങ്കിൽ റിവ്യൂ പെറ്റീഷൻ ഞങ്ങൾ ഫയൽ ചെയ്തിരിക്കുകയാണ്, അത് വരട്ടെ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അങ്ങനെയൊന്നും അല്ലെന്ന്. അങ്ങനെയൊക്കെ അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിന് വേണ്ടി ബോധപൂർവമായിട്ടുള്ള വാർത്തകളും ഇത്തരം കോൺഗ്രസും BJP ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോധപൂർവ്വം നീട്ടുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ പറഞ്ഞില്ലേ ഗവൺമെൻറ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്നേ ദിവസം തന്നെ പറഞ്ഞു സുപ്രീം കോടതി വിധി നടപ്പിലാവും, അത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. കാരണം മറ്റു വാദങ്ങളെല്ലാം ബാലിശമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കേണ്ട മഹത്വം ഒരു ഗവൺമെന്റില്ലേ? പിന്നെ അതിൽ കൊണ്ടിട്ട് എന്തിനാ വാർത്ത കൊടുക്കുക? അതിനെ കൊണ്ടിട്ട് വർത്തമാനം പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയായിരുന്നെങ്കിൽ പിന്നെ നിയമപരമായ നടപടികൾ എടുക്കാൻ സർക്കാരിനുള്ള എല്ലാ അവകാശങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇவ்விധമുള്ളൊരു വ്യക്തതാ ഹർജി അത് കൊടുക്കേണ്ടിയിരുന്നു. ഞാൻ അവസാനമായി ഡോക്ടർ M. വിജയൻ ഉണ്ണിയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഡോക്ടർ വിജയൻ ഉണ്ണി, ഇപ്പോൾ TP സെൻകുമാറിനെ തിരികെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പുവച്ചിരിക്കുന്നു. അത് നാളെ കൈമാറും. സെൻകുമാർ തിരികെ DGP പോലീസ് മേധാവി സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയാണ്. സർക്കാരുമായി ഉണ്ടായ നിയമയുദ്ധം തുടർന്നങ്ങോട്ടുള്ള ചുരുക്കം ദിവസങ്ങളാണെങ്കിൽ കൂടി സർക്കാരിൻ്റെയും പോലീസ് സേനയുടെയും പ്രവർത്തനത്തെ, അതിൻ്റെ സമരസത്തോടു കൂടിയുള്ള പ്രവർത്തനത്തെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ? ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. അനിൽ അക്കര നേരത്തെ സംസാരിച്ച സമയത്ത് ഏതോ ഒരു കൃഷ്ണനുണ്ണിയുടെ കാര്യം പറയുകയുണ്ടായി. അങ്ങനെ ഒരാൾ നമ്മൾ ഈ ചർച്ചയിലില്ല. ഇനി എന്നെപ്പറ്റിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ പേര് പോലും ശരിയായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഏതോ ഞാൻ പറയാത്ത കാര്യങ്ങൾ, ഈ ഫൈനിനെ സംബന്ധിച്ച് സമ്മാനമാണെന്ന് പറഞ്ഞു എന്നൊക്കെ, ഇതൊന്നും പറഞ്ഞിട്ടേ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഈ തരത്തിലുള്ള കാര്യമായതുകൊണ്ട് അത് വാസ്തവത്തിൽ ഇവിടെ പ്രകടിപ്പിക്കാൻ പോലും പാടില്ലാത്ത കാര്യമായിരുന്നു. അത് ഞാൻ റെക്കോർഡിന് വേണ്ടി പറയട്ടെ. ഇനിയിപ്പോൾ പറഞ്ഞ കാര്യത്തിനെ പറ്റിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അത് തന്നെയാണ്. അതായത് പോലീസ് തലവൻ എന്നൊക്കെയുള്ള സുപ്രധാനമായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും ഗവൺമെൻറ്റും, അതായത് അതിൻ്റെ മന്ത്രിയും വളരെ സമഞ്ജസമായിട്ട് മുന്നോട്ട് പോകേണ്ട രണ്ട് സ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത്. ഇതേ സുപ്രീം കോടതി ഇതേ വിധിയിൽ പറഞ്ഞിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് ഗവൺമെൻറ്റുമായിട്ട് ഒത്തുപോകേണ്ട ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് ചീഫ് സെക്രട്ടറിയെ മാറ്റാതിരിക്കാനൊക്കെയുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട് എന്ന് ഇതേ വിധിയിൽ തന്നെ സുപ്രീം കോടതി പറയുന്നുണ്ട്. അത് DGPക്കും അതേപോലെ തന്നെ ബാധകമാണ്. എങ്കിൽ മാത്രമേ സംസ്ഥാനത്തിൻ്റെ ഭരണം സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണല്ലോ ഗവൺമെൻറ് ഈ കാര്യത്തിനെ സംബന്ധിച്ച് ഇത്രയധികം മുന്നോട്ട് പോയത്. ട്രൈബ്യൂണലിലും ഹൈക്കോടതിയിലും എതിരായിട്ടുള്ള വിധി വന്നിട്ടും ഇപ്പോൾ ഏതാണ് വളരെ അപൂർവമായിട്ടുള്ള കേസ് മാത്രമേ ഇതുപോലെ സുപ്രീം കോടതി വരെ പോവുകയും അതിൽ കീഴ്ക്കോടതികൾക്കെതിരായിട്ടുള്ളൊരു വിധി ഉദ്യോഗസ്ഥർ കിട്ടുകയും ചെയ്യുള്ളൂ. അല്ലാതെ ഇതുകൊണ്ട് ഇനി നാളെ മുതൽ എല്ലാ പോസ്റ്റിങ്സും ഇതുപോലെ സുപ്രീം കോടതി വരെ പോകാമെന്നും അതിൽ നിന്ന് നീതി ഓർഡർ വാങ്ങിക്കാമെന്നൊക്കെയുള്ള പ്രതീക്ഷ ഒറ്റയ്ക്കും വേണ്ട. രണ്ടാമതായിട്ട് ഇതിലൊക്കെ അതുകൊണ്ട് ഇത് ഗവൺമെൻറ്റിന് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതി തന്നെയാണ്. ഇത്രയും സീനിയറായിട്ടുള്ളൊരു സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം 2 മാസമേ ഇനിയിപ്പോൾ 2 മാസം താഴെ ഇനി ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടി ആയിരിക്കണം ഇത് കുറച്ചൊന്ന് തണുത്ത് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവസാനമായി MR രാജേന്ദ്രൻ നായർ, 2011 കേരള പോലീസ് നിയമം, അതിൻ്റെ ചില ചട്ടങ്ങളെങ്കിലും ഇത്തരം തർക്കങ്ങൾ ഉണ്ടാക്കുന്നതിൽ സഹായകമാകുന്നില്ലേ? 2011 പോലീസ് നിയമം യഥാർത്ഥത്തിൽ 2006 സുപ്രീം കോടതി വിധിയിലെ കുറച്ചുകൂടെ കർക്കശമായ നിർദ്ദേശങ്ങളിൽ അല്പം വെള്ളം ചേർത്തിട്ടുണ്ടാക്കിയതാണ് എന്ന് സുപ്രീം കോടതി ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിയമവാഴ്ച നിലവിൽ വരേണ്ട ഒരു ഭരണ സംവിധാനത്തിൽ ചില കാര്യങ്ങൾ സുപ്രീം കോടതി പറഞ്ഞു. ഒന്ന് ടെന്യുവർ, 2 കൊല്ലത്തെ ടെന്യുവർ കൊടുക്കണം. അത് ഈവൻ റിട്ടയർമെൻ്റ് ആണെങ്കിൽ പോലും അത് കൊടുക്കണമെന്നാണ് സുപ്രീം കോടതി മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞത്. ഇവിടുത്തെ നിയമത്തിൽ റിട്ടയർമെൻറ്റും കൊണ്ട് അത് ഇല്ലാതാകും.
ഇതൊരു പ്രത്യേക ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ദേശിച്ചോ ഏതാനും ഉദ്യോഗസ്ഥന്മാരെ ഉദ്ദേശിച്ചിട്ടല്ല സുപ്രീം കോടതി അത് പറഞ്ഞത്. ചീഫ് സെക്രട്ടറിയുടെ കാര്യത്തിൽ ഇ പി റോയപ്പ കേസിൽ പറഞ്ഞ സുപ്രീം കോടതിയുടെ സ്ഥിതി വെച്ചിട്ട് അല്പം വ്യത്യസ്തമായിട്ട് ഇവിടെ പറഞ്ഞെങ്കിലും പോലീസ് സംവിധാനത്തിൽ ഈ നിയമവാഴ്ച ഉറപ്പാക്കാൻ ഒരു പക്ഷേ കുറച്ചുകൂടെ നിയമത്തോടുള്ള പ്രതിബദ്ധത വേണം. അതിന് പ്രത്യേക ഒരു സംവിധാനമാണ് സുപ്രീം കോടതി വീക്ഷിച്ച് ഈ ആക്ടിലും അതൊക്കെ ഉണ്ട്. ഇവിടെ ഭംഗിയായിട്ട് നടപ്പാകുന്നില്ല. ഇന്നത്തെ ഇടപെടലും ഒരുപക്ഷെ നിയമവാഴ്ചയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ പോലീസ് സംവിധാനത്തെയും സർക്കാരിനെയും പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് എം ആർ രാജേന്ദ്രൻ നായർ, ഒപ്പം ഡോക്ടർ എം വിജയനുണ്ണി, എ വിജയരാഘവൻ, അനിൽ അക്കര, MLA പി ബിജു, പ്രകാശ് ബാബു ചർച്ചയിൽ പങ്കെടുത്തതിന്.